എന്താണെങ്കിലും ഇത് വൈശാഖ് ബ്രോ ഇതിനെ പറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം രാവിലെ 3:20 നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം തന്നെ വൈശാഖ് ബ്രോയുടെ അടുത്തേക്ക്. അപ്പോൾ സമയം 4:30. നമ്മൾ കറക്റ്റൊരു 21 കിലോമീറ്റർ റൈഡ് ചെയ്തു. ഇവിടെ വന്ന് നിർത്തിയതും ഗുഡ് മോർണിംഗ് നമ്മുടെ സ്വന്തം വൈശാഖ് ബ്രോയുടെ സ്ഥലം. ഗുഡ് മോർണിംഗ്. വഴുത്തല കേട്ടോ, വഴുത്തല പള്ളിയുടെ ഫ്രണ്ടിൽ 1 മണിക്കൂർ എടുത്തല്ലേ ബ്രോയുടെ സ്ഥലം കേട്ടോ. നമ്മുടെ സ്വന്തം സ്ഥലമാണ്. ഇതേതാ പാലം ബ്രോ? കാഞ്ഞാറല്ലേ? അപ്പോൾ സമയം രാവിലെ 6:45. നമ്മളൊരു 56 കിലോമീറ്റർ കവർ ചെയ്തു. ഒരു ചായ കുടിക്കാൻ പ്രത്യേകമാണ്. നമ്മുടെ വൈശാഖ് ബ്രോ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ സ്ഥലം മൂലമറ്റത്താണ് നിൽക്കുന്നത്. ഈ വ്യൂ ഒക്കെ കണ്ടോ? ആ മലയിൽ നിന്ന് കോട മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നു. എൻ്റെ മോനെ ഹിജാദി വ്യൂ. ഹേ വാട്ട്സപ്പ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഉളുപ്പൂണി റൈഡാണ്. അപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ കണ്ടപ്പോഴത്തേനും വണ്ടി നിർത്തിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാർഡിയാക്കിൻ്റെ സ്റ്റോം ഉണ്ട്. XC900 നമ്മുടെ സ്വന്തം വൈശാഖ് ബ്രോ. എന്താ വൈശാഖ് ബ്രോ ഇരിക്കുന്നത്? ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ മൂലമറ്റത്തുനിന്ന് നമ്മളൊരു അടിപൊളി ക്ലൈംബ് അങ്ങ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു 8 കിലോമീറ്റർ നമ്മൾ ക്ലൈംബ് ചെയ്തു. ഇനിയൊരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ സമയം പറയുകയാണെങ്കിൽ 9 മണിയായി. നമ്മളൊരു 65 കിലോമീറ്റർ കവർ ചെയ്ത് അപ്പോൾ ഉളുപ്പൂണിയിലേക്കാണ് പോണത്. അപ്പോൾ നമ്മുടെ ഉളുപ്പൂണി മെഡോസിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയുള്ള കുറച്ച് ഓഫ് റോഡൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം പണ്ട് നല്ല വഴിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കൊന്ന് കുറച്ച് കല്ലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജീപ്പൊക്കെ പോയിട്ടേ. അതെ എന്നാണേലും നമ്മൾ 2 MTB ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഈ കയറ്റത്തിൻ്റെ ഗ്രേഡ് എന്തോരം ഉണ്ടെന്ന് റൈഡ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രാവയിൽ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചവിട്ടും, ഇടയ്ക്ക് ഇങ്ങനെ നിർത്തും, ഇടയ്ക്ക് തള്ളും, അങ്ങനെയൊക്കെയാണ് പോണത്. അപ്പോൾ ഇനി ബാക്കി ഉളുപ്പുണി ചെല്ലുമ്പോൾ കാണാം. ആ വലത്തേ സൈഡിൽ കാണുന്ന ഒരു ചെറിയ മലയില്ലേ, ഇത് തൊട്ടടുത്ത് കാണുന്നേ പൊളിയല്ലേ? പോയി കയറിയാലോ? കണ്ടിട്ട് കയറാൻ തോന്നുന്നു. ഇവിടുന്ന് കുറച്ചും കഴിയുമ്പോൾ ലെഫ്റ്റ് കയറാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഏത് ലെഫ്റ്റ് കയറുമെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. നമ്മൾ സസ്പെൻഷൻ ഒന്നും ഓണാക്കിയില്ല. ഇത് തന്നെ ഇതിലേ കയറാം. ഇത് തന്നെ ഇവിടെ പണ്ട് എൻട്രി ഉണ്ടായിരുന്നേ. എൻട്രി ഫീ ഒക്കെ മറ്റേ ഗേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചവിട്ടി വന്ന വഴി ഇതാട്ടോ. അപ്പോൾ ഇതിലെ അങ്ങനെ നമുക്ക് പോവുകയും ചെയ്യാം. പക്ഷേ ഒരു മെയിൻ എൻട്രി ഇതാണേ. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഒരു എന്താ പറയുന്നത്, ഈ ഗേറ്റൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് പിരിവൊക്കെ മേടിക്കുമായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ വൈറലായിട്ടുള്ളതാണ്. കാരണം ആൾക്കാർ അടിയുണ്ടാക്കുന്നത് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല, ഫീസും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരു ചെറിയ ഷെഡൊക്കെ കണ്ടോ, നൈസ് ഒരു ലൊക്കേഷനാണേ. ചുമ്മാ തെന്നി അടിച്ചൊക്കെ കിടക്കത്തേ ഉള്ളൂ ഇവിടെ. സോറി ബ്രോ, അത് ഞാൻ വീഡിയോ എടുത്തു. കുഴപ്പമില്ല, പയ്യെ സൂക്ഷിച്ചറിയാം കേട്ടോ. എല്ലാ റെക്കോർഡാണോ? എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് വയ്യ ഗൈസ്. വഴി മാറി നിൽക്കണ പുല്ല്. അപ്പോൾ നമ്മൾ ഉളുപ്പുണി ടോപ്പ് എത്തി. അപ്പോൾ ഈ സൈഡ് നോക്കുവാണെങ്കിൽ മലനിരകളാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇതാണ് ഉളുപ്പുണി മെഡോസ്. അതെ, അപ്പോൾ കാര്യം പറഞ്ഞ് ചെറിയൊരു വെയിൽ എന്ന് പറഞ്ഞാൽ 10 മണിയുടെ വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ, ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇതാണ് ഉളുപ്പുണി മെഡോസ്. നമ്മളിനി പോകണമെന്ന് പറഞ്ഞാൽ ആ ഒരു വഴി ഉണ്ടോ, അതിലേ കയറി ഇതും അങ്ങനെയാണ് പോണത്. നേരെ ഉളുപ്പുണി ടൗണിലേക്കാണ് പോണത്. അവിടെ നിന്ന് നമ്മൾ യോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷൻ ഉണ്ട്, അതിലേ ഇറങ്ങി നമുക്ക് മൂലമറ്റം എത്താം. അപ്പം അങ്ങനെയാണ് പോണത്. നമ്മൾ വന്ന വഴി ഇതാട്ടോ.
ഇതിലെ കുറച്ചൊരു ചെറിയ പോർഷൻ മാത്രമേ നമ്മൾ ചവിട്ടിയുള്ളേ, ബാക്കി ഫുള്ള് എക്സ്ട്രീം ഓഫ് റോഡാണ്. അപ്പോൾ തിരിച്ച് ഇറങ്ങുമ്പോഴും ഏകദേശം അതുപോലെയൊക്കെയാണ്. പക്ഷേ അവിടെ അത്രയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കാരണം കുറച്ച് വെറ്റായിട്ട് കിടക്കുന്ന അങ്ങനെയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് അറിയില്ല, എന്താണെങ്കിലും പോയി നോക്കാം. ബ്രോ പോയേക്കാം. യെസ്, എൻ്റെ പൊന്നെ നല്ല കിടുക്കൻ ചെളിയാട്ടോ. പക്ഷേ എന്താണേലും ഇത് വൈശാഖ് ബ്രോ ഇതിനെ പറപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ ചെളി നേരത്തെ കണ്ടുകൊണ്ട് ഞാൻ സ്ലോ ആക്കി പോയി. ബ്രോ വിഷയാണോ? പയ്യെ 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 ആണ്ടേ. മുറിഞ്ഞു നോക്കിയാ ബാക്കി മുറിഞ്ഞിട്ടൊന്നുമില്ല. ആണോ? കൈപൊട്ടി അല്ലേ? ചെളിയും ചോറയും കൂടെ ചെറുതായിട്ട് പൊട്ടി. സാരല്ല, വേറെ പറ്റില്ല. ഇവിടെ എന്നാ പറ്റി ശരിക്കും? ഞാൻ അവിടെ മേളിൽ കണ്ട സ്ലഷ് ഇല്ല, അവരെ നിരപ്പാന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കല്ലാ പറഞ്ഞു, ഞാൻ ഓർത്തില്ല. ആണല്ലേ? അടിച്ചില്ലേ? വീണു ബ്രോ. അയ്യോ, നോക്കിയോ ബ്രോ. ഗോപ്രോയുടെ ബാറ്ററി സീനായോ? എനിക്ക് അതൊരു പേടി. ഇവിടെ ആള് വെള്ളത്തിൽ വീണ് ചാറായി കിടക്കുമ്പോൾ അവന്റെ ഗോപ്രോയുടെ ബാറ്ററി ഒന്ന് പോടോന്ന്. അതുപോലെ അവിടെ സ്പീഡിൽ വന്നത് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്തോ സൗണ്ട് കേട്ടെന്നേ, എന്തോ ഇങ്ങനെ വിളിക്കണ സൗണ്ട് കേട്ടെ. ഫോണും കുഴപ്പമില്ല, പയ്യെ മതി. പയ്യെ പോയാൽ മതി. വേണം ഞാൻ ഫ്രണ്ടിൽ പോവാം. പയ്യെ പോയാൽ മതി കേട്ടോ ബ്രോ. എൻ്റെ പൊന്നെ, ഇജാതി ഒരു മനുഷ്യൻ കേട്ടോ പുള്ളി. നല്ല ഒന്നാമത്തെ ഒരു വീഴ്ച അവിടെ വീണു. വീഴ്ച അവിടെ വീണിട്ട് പുള്ളി ആ സ്പിരിറ്റ് ഡൗൺഹിലടിച്ച് പോവാണേ. ബ്രോ സ്ലോ പനി, സ്ലോ. ഓക്കെ. വാ, അയ്യോ വീടല്ലേ. കുഴിയാണോ ബ്രോ? കുഴിയാണോ? എൻ്റെ അമ്മ, ഇത്രയും വലിയ ചെളിയാണോ? അല്ല, പക്ഷെ സ്പീഡ് വന്നാലേ മറ്റേ നമുക്ക് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? റൈറ്റ് പിടിച്ചു. ഞാൻ റൈറ്റൊക്കെ പിടിച്ചു.
പയ്യെ വന്നാൽ മതി, പയ്യെ മതി, സ്ലോ സ്ലോ. ഇത് നമുക്ക് പരിചയമില്ലാത്ത ടെറൈൻ ആയതുകൊണ്ടേ ഇല്ലേ നമ്മൾ ഇതിലെ തന്നെ ചവിട്ടിക്കറക്കി വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡൗൺ ഹിൽ അടിച്ച് പോകാം. വൈശാഖ് ബ്രോ ലെഫ്റ്റ് പിടിച്ചു, ഞാനിവിടുന്ന് റൈറ്റ് അടി പിടിച്ചിറങ്ങുവാണ്. ഓ നല്ല തെന്നലുണ്ട്. ബ്രോ റൈറ്റോ ലെഫ്റ്റാ? ലെഫ്റ്റ്, യെസ് യെസ്. ഞാൻ പണ്ട് ഏകദേശം ഒരു 4-5 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. 4-5 അല്ല, അതിന് മുന്നേ. അപ്പോൾ അന്ന് ഈ വഴിയൊക്കെ പോണത് ഓർക്കണമെന്നായിരുന്നു. ഇവിടെ അടുത്തെങ്ങാണ്ടാണല്ലോ നമ്മുടെ അഞ്ചുരുളി അല്ല കേട്ടോ, ഉളുപ്പൂണി ടണലൊക്കെ വരുന്നത്. നമ്മുടെ കവല എത്തി. ആണല്ലേ? ആണോ? ഓക്കെ ഓക്കെ. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ച് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ കഴുകാൻ വെള്ളമില്ലെങ്കിൽ നമുക്ക് പള്ളി കയറാം. തോടോ? ഒത്തിരി പോണോ? ആണോ? അപ്പോൾ നമ്മുടെ ഈ ഉളുപ്പുണി ചെറിയ ടൗണിൻ്റെ അവിടെ നിന്ന് മാറുമ്പോൾ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ഗ്രൗണ്ട് പോലെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഒഴുകുന്നത്. വൈശാഖ് ബ്രോ ചെറിയൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഗോപ്രോനെ കുളിപ്പിക്കുക. വലിയ ഭാഗ്യത്തിന് ബ്രോയ്ക്കും കാര്യമായിട്ട് പറ്റിയില്ല. ഇച്ചിരി തൊലി പോയി. വണ്ടിക്ക് വലിയ സീനൊന്നുമില്ല. വണ്ടിക്ക് ഇച്ചിരി ഇല്ലില്ല, വണ്ടിക്ക് അതെ വണ്ടിക്ക് സീനൊന്നുമില്ല. മറ്റേ ചെളി പറ്റി കിടക്കുന്ന മാത്രമേ ഉള്ളൂ. വണ്ടിക്കും കുഴപ്പമില്ല. ഇതേ സമയം 12 മണിയായി. നമ്മൾ രാവിലത്തെ ഫുഡാട്ടോ ഇത്. ഏത്തയ്ക്ക, നമ്മുടെ ആക്സിഡൻറ്റ് മാൻ. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കവന്ത. നമ്മുടെ യോബിൻ്റെ പുസ്തകമൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കേട്ടോ. അയ്യോ